രാവിലെ മുതൽ തന്നെ പോളിംഗ് ഉയർന്നു തന്നെ നിൽക്കുന്ന ആലപ്പുഴയിൽ എന്താണ് അവസാനത്തെ പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണ്? അതൊക്കെ പൊളിറ്റീഷ്യൻസിനോട് ചോദിക്കാം. ഞാൻ വെറും ഒരു വോട്ടർ മാത്രമാണ്. പോളിംഗ് ശതമാനം നല്ലതാണെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നല്ലത് തന്നെയല്ലേ. കാരണം ജനവിധി നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനാഭിപ്രായം രേഖപ്പെടുത്തുവാൻ ജനങ്ങൾ അഹമികയായി ഇന്ന് വാശിയോടുകൂടി വരുന്നു എന്നുള്ളത് നല്ല ലക്ഷണമാണ്. പ്രത്യേകിച്ചും ഇന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും വളരെ വാശിയോടുകൂടി ഈ ത്രിതല പഞ്ചായത്തിൽ മത്സരത്തിൽ ഭാഗവാക്കുകളാകുകയും മത്സരത്തോടുകൂടി വളരെ മത്സരബുദ്ധിയോടുകൂടി ഈ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ത്രിതല പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു മാർഗരേഖ കണക്കാക്കിക്കൊണ്ട് നമുക്കിതെല്ലാം കണക്ക് കൂട്ടരുത്. ഞാനൊരു നേരെ പറയുകയാണ്. ഈ ത്രിതല പഞ്ചായത്തിൽ ആളുകളെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയത്തിനുപരി വരുന്ന ആ സ്ഥാനാർത്ഥികളുടെ ഗുണം, മേന്മ, പ്രാദേശികമായ സ്വാധീനങ്ങൾ, വ്യക്തിപരമായ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഇതെല്ലാം കണക്കാക്കി രാഷ്ട്രീയത്തിനുപരിയായി ഉള്ള ഒരു തീരുമാനമായിരിക്കും ആ വോട്ടർക്ക് കിട്ടുന്ന വോട്ടുകൾ. പക്ഷേ പാർലമെൻറ്റിലോ അസംബ്ലിയിലോ വരുമ്പോൾ മാറ്റം. നിങ്ങൾ ആലോചിക്കണം. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് കഴിഞ്ഞു, അസംബ്ലി വന്നു, പാർലമെൻറ്റ് വന്നു. മൂന്ന് തട്ടിലായിരുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷം നേടിയ ആളുകൾക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് നേടാൻ സാധിക്കാതെ പോയി. അപ്പോൾ നമ്മുടെ വോട്ടിംഗ് പാറ്റേണും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളുടെ മനസ്സൊന്നും, ത്രിതല പഞ്ചായത്ത് വരുമ്പോൾ മറ്റൊന്നും, രണ്ടും അല്ലാത്ത ഒന്നാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോഴും. അങ്ങനെ മൂന്ന് തരത്തിലാണ് നമ്മുടെ വോട്ടിംഗ് പാറ്റേൺ ജനങ്ങൾ നിശ്ചയിക്കുന്നതും പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതും. പ്രത്യേകിച്ച് ഇത്തവണത്തെ ത്രിതല പഞ്ചായത്ത് കേരളമെമ്പാടും വളരെ വാശിയോടുകൂടി മൂന്ന് മുന്നണികളും പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ പറഞ്ഞു കേട്ടു, നല്ല വോട്ടിംഗ് ശതമാനം ഉണ്ടായി. ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ. ആലപ്പുഴ വളരെ വാശിയോടുകൂടിയാണ് മത്സരം നടക്കുന്നത്. ഒന്നിൻ്റെ തരംഗത്തിൻ്റെ ഒന്നും പറയാനൊക്കത്തില്ല. ആളുകൾക്ക് വോട്ട് ചെയ്യണമെന്നുള്ള ആ വിചാരങ്ങൾ ത്രിതല പഞ്ചായത്തിൽ അവർ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി അവരുടേതായ ജനാധിപത്യ അവകാശം രേഖപ്പെടുത്തേണ്ട ഈ അവസരം വീട്ടിലിരിക്കുകയല്ല, ഇറങ്ങി വന്ന് തൻ്റെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണമെന്നുള്ള വിചാരങ്ങൾ ജനങ്ങളിൽ ഉണ്ടാക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഈ രാവിലെ മുതൽ തന്നെ UDF പറയുന്ന ഒരു കാര്യം, അതായത് കേരളത്തിലെ ഈ സ്വർണ്ണപ്പാളി വിവാദം അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണ പ്രശ്നങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു തിരിച്ചറിയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പോഴും നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു പാളി ഒരു സ്ഥലത്ത് നിന്ന് കയറത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ശബരിമലയിൽ ഏറ്റവും പെണ്ണുങ്ങളെ കയറ്റിയെന്നും പറഞ്ഞ് വലിയ വിവാദമുണ്ടായത് അത്രയും ഗൗരവമല്ലല്ലോ ഇപ്പോൾ ഉണ്ടായത്. അന്നുണ്ടായ വാശിയും അന്നുണ്ടായ പ്രതിഷേധമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതിനുശേഷം നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തൂത്തുവാരിയില്ലേ. അപ്പോൾ ഈ ശബരിമലയെ കണ്ടിട്ടാണ് ഈ രാജ്യത്ത് എല്ലാം തീരുമാനിക്കുന്നു എന്നുള്ളത് ആരും കണക്കൂട്ടരുത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവും ഉണ്ട് എന്നുള്ള നേരും അവിടെ നടക്കാൻ പാടില്ലാത്ത ബലം നടന്നു എന്നുള്ള നേരാണ്. അതിനെതിരെ ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടുമുണ്ട്. ഇത് ഒരു കാരണവശാലും ഈ സ്വർണ്ണപ്പാളി ഇതിനകത്ത് ഒരു കാരണവശാലും പ്രതികരിക്കില്ല. അതിനകത്ത് ഉറപ്പാണ്. ഈ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഈ ഒരു വോട്ടിംഗ് പാറ്റേൺ കൂടാനുള്ള കാരണമായിട്ടുണ്ടോ? അത് സർക്കാരിന്റെ സർക്കാർ ഒരുപാട് വികസനം നടത്തിയിട്ടുണ്ട്. അത് പറയാനാണെങ്കിൽ സർക്കാർ ചെയ്ത നന്മകളും മേന്മകളും വേണ്ടത്ര താഴെത്തട്ടിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എത്തിക്കുവാൻ അവർക്ക് വേണ്ടത്ര സാധിച്ചില്ല എന്നുള്ളതാണ് നേരെ. പലപ്പോഴും സർക്കാർ ചെയ്ത ഒരുപാട് ധർമ്മങ്ങളുമുണ്ട്. എന്നാലും ഇവിടുത്തെ പാവങ്ങൾക്ക് അവസാന മുഹൂർത്തത്തിലാണെങ്കിലും ആരും ചെയ്യാത്ത ഒരു വലിയൊരു മഹാകാര്യം പെൻഷൻ. ചെറിയതല്ല, കടമെടുത്തിട്ടാണെങ്കിലും ആ പാവങ്ങളുടെ കണ്ണീരൊപ്പാനായിട്ട് 3500 രൂപകളും കൊടുക്കാനുള്ള സന്മനസ് ഈ ഗവൺമെൻറ് കാണിച്ചു എന്നുള്ളത് ഒരിക്കലും ചെറുതായി കാണാനൊക്കെ. കോടിക്കണക്കിന് രൂപയാണ് ഈ സമ്പത്ത് ഖജനാവിൽ ഇല്ലാത്തപ്പോൾ പോലും സമ്പത്ത് അതിനുവേണ്ടി പുറത്തുനിന്ന് സമാഹരിച്ചുകൊണ്ട് അവർക്ക് പണം കൊടുക്കുവാനുള്ള വലിയൊരു ഇച്ഛാശക്തി ഗവൺമെൻറ് കാണിച്ചു എന്നുള്ളത് നമുക്ക് അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്.